നമ്മള് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചരിത്രമില്ലേ, അത് ശരിക്കും നടന്ന കാര്യങ്ങളാണോ അതോ ചിലർ നമ്മളെക്കൊണ്ട് വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില കഥകൾ മാത്രമാണോ? ഇന്ന് നമ്മൾ ചരിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ. നമ്മൾ പഠിക്കുന്ന ചരിത്രം അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണോ? പലപ്പോഴും ചരിത്രമെന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒന്നാകാനും സാധ്യതയുണ്ട്. നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്: ചരിത്രത്തിലെ മനഃപൂർവമായ വിടവുകൾ. ഇത് കേവലം ചില സംഭവങ്ങൾ വിട്ടുപോയതിനെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് ചില വ്യക്തികളെ തന്നെ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പുരാതന ഈജിപ്തിലേക്കൊന്നു പോകാം. അവിടെ വളരെ ശക്തിയായ ഒരു ഫറോവ ഉണ്ടായിരുന്നു, ക്വീൻ ഹാറ്റ്ഷിപ്സുട്ട്. BC 1479 അവർ ഭരണം തുടങ്ങുന്നത്. എന്നാൽ അവരുടെ മരണശേഷം വന്ന പിൻഗാമി എന്താ ചെയ്തതെന്നോ? അവരെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ ശ്രമിച്ചു. സ്മാരകങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും അവരുടെ പേരും ചിത്രവുമെല്ലാം നീക്കം ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏകദേശം 3500 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1903 മാത്രമാണ് പുരാവസ്തു ഗവേഷകർക്ക് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞത്. അത്രയും കാലം അവർ ഓർമ്മകളിൽ നിന്ന് പോലും മായ്ക്കപ്പെട്ടിരുന്നു. ഈയൊരു സംഭവം ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പുരാതന റോമിൽ ഇതൊരു ഔദ്യോഗിക നടപടിക്രമം തന്നെയായിരുന്നു. അതിനൊരു പേരുമുണ്ട്: ഡാംനാറ്റിയോ മെമ്മോറിയെ. അതിന്റെ അർത്ഥം ഓർമ്മയെ ശപിക്കുക എന്നാണ്. അതായത് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അപലപിച്ചാൽ പിന്നെ എല്ലാ ഔദ്യോഗിക രേഖകളിൽ നിന്നും അവരുടെ പേരുമായ്ക്കും. പ്രതിമകളുണ്ടെങ്കിൽ അതിൽ നിന്നും മുഖം വെട്ടിമാറ്റും. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ ആയുധമായിരുന്നു അത്. ഓക്കെ, അപ്പോ അതൊക്കെ പുരാതന കാലത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക്, അതായത് ആധുനിക കാലത്തേക്ക് വരാം. ഇതേ തന്ത്രങ്ങൾ 20-ാം നൂറ്റാണ്ടിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന് ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. 1940-ൽ സോവിയറ്റ് യൂണിയനിൽ നിക്കോളായ് യശോവ് എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ജോസഫ് സ്റ്റാലിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം സ്റ്റാലിൻ അദ്ദേഹത്തോടുള്ള പ്രീതി നഷ്ടപ്പെട്ടു. യശോവിനെ അവർ വധിച്ചു. എന്നാൽ അദ്ദേഹത്തിനുള്ള ശിക്ഷ അവിടെ കൊണ്ടും തീർന്നില്ല. ഇപ്പോ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇടതുവശത്തുള്ളത് 1930കളിലെ ഒരു ഒറിജിനൽ ഫോട്ടോ ആണ്. സ്റ്റാലിൻ തന്റെ സഹപ്രവർത്തകരുടെ കൂടെ നടന്നു പോകുന്നു. കൂട്ടത്തിൽ യശോവുമുണ്ട്. ഇനി വലതുവശത്തുള്ള ഫോട്ടോ നോക്കൂ, അതേ ഫോട്ടോ തന്നെ. പക്ഷെ എന്താ വ്യത്യാസം? യശോവിനെ അതിൽ നിന്ന് പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു എയർ ബ്രഷ് ഉപയോഗിച്ച് തുടച്ചു നീക്കിയ പോലെ. അദ്ദേഹം ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ. ചരിത്രപരമായ ഒരു ഫോട്ടോ എങ്ങനെ വളച്ചൊടിക്കാം എന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണിത്. അപ്പോ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നത്. ശക്തരായ മനുഷ്യരെപ്പോലും ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുമെങ്കിൽ അവരുടെ അപകടകരമായ ആശയങ്ങളുടെ ഗതി എന്തായിരിക്കും? നമുക്ക് പ്രവാചകന്മാരെ ഒന്ന് നോക്കാം, ഒരു പുതിയ കാഴ്ചപ്പാടിൽ, അതായത് വിപ്ലവകാലികളായിട്ട്. നമ്മൾ കേട്ടിട്ടുള്ള പ്രധാന പ്രവാചകന്മാരില്ലേ, അവരൊക്കെ ശരിക്കും അവരുടെ കാലഘട്ടത്തിലെ വലിയ വിപ്ലവകാരികളായിരുന്നു. അവിടുത്തെ വ്യവസ്ഥിതികളെ നേർക്കുനേർ ചോദ്യം ചെയ്തവർ. ഉദാഹരണത്തിന് മോശയുടെ കാര്യമെടുക്കാം. അക്കാലത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഫാറോ. അദ്ദേഹത്തെയാണ് മോശ വെല്ലുവിളിച്ചത്. അതുപോലെ യേശു ദേവാലയത്തിനകത്ത് കച്ചവടം നടത്തിയിരുന്നവരെയും അഴിമതിക്കാരായ പണ്ഡിതന്മാരെയും നിശ്ചിതമായി വിമർശിച്ചു. ഇനി മുഹമ്മദ് നബിയുടെ കാര്യം നോക്കൂ. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നൊരു സമൂഹത്തിലാണ് അദ്ദേഹം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനും സ്വത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ അവകാശങ്ങൾ നൽകിയത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അവരുടെ സന്ദേശങ്ങൾ ഇത്രയധികം വിപ്ലവകരമായിരുന്നതുകൊണ്ടുതന്നെ എന്താ സംഭവിച്ചത്? അവരിൽ പലരും ഒന്നുകിൽ ജയിലിലായി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അതിലും വലിയൊരു ദുരന്തമെന്താണെന്ന് വെച്ചാൽ, അവരുടെ മരണശേഷം അവർ പറഞ്ഞ യഥാർത്ഥ കാര്യങ്ങളുണ്ടല്ലോ, അത് പലരും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ചു. ഇത് നമ്മളെ ഒരു അടിസ്ഥാന ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് സത്യം പലപ്പോഴും ഇത്ര അപകടം പിടിച്ച ഒന്നാവുന്നത്? എന്തിനാണ് സമൂഹം എപ്പോഴും പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ ആശയങ്ങളെ ഇങ്ങനെ ശക്തമായി എതിർക്കുന്നത്? ഇതിനൊരു നല്ല ഉത്തരം ഈ വാചകത്തിലുണ്ട്. പുതിയതും റാഡിക്കലുമായ ആശയങ്ങൾ അപകടകരമാണ്. സമൂഹം അതിനെ ശക്തമായി എതിർക്കും. പ്രത്യേകിച്ച് ആ ആശയങ്ങൾ നിലവിലുള്ള സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ. കാരണം നിലവിലെ വ്യവസ്ഥിതിക്ക് അതൊരു ഭീഷണിയായിട്ട് തോന്നും. മനുഷ്യന്റെ ഈയൊരു സ്വഭാവം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. പണ്ട് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞൊരു കഥയാണ് ഗുഹയുടെ ഉപമ. കഥ വളരെ ലളിതമാണ്. ഒരു ഗുഹ,
അതിനകത്ത് കുറേ തടവുകാർ. അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അവർക്ക് മുന്നിലുള്ള ചുമരിലേക്കു മാത്രമേ നോക്കാൻ കഴിയൂ. അവരുടെ പിന്നിൽ ഒരു തീയുണ്ട്. ആ തീയുടെയും അവരുടെയും ഇടയിലൂടെ പോകുന്ന വസ്തുക്കളുടെ നിഴലുകളാണ് അവർ ചുമരിൽ കാണുന്നത്. ജീവിതകാലം മുഴുവൻ ആ നിഴലുകൾ മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോ അവരെന്ത് വിശ്വസിക്കും? ആ നിഴലുകളാണ് യഥാർത്ഥ ലോകമെന്ന്. ഇനി അവരിലൊരാൾ ആ ചങ്ങല പൊട്ടിച്ചു പുറത്തു വരുന്നെന്ന് സങ്കൽപ്പിക്കുക. ആദ്യമായി അയാൾ സൂര്യനെയും യഥാർത്ഥ ലോകത്തെയും കാണുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് താൻ ഇത്രയും കാലം കണ്ടത് വെറും മിഥ്യയായിരുന്നു എന്ന്. ഈ സത്യം മറ്റുള്ളവരോടും പറയാൻ വേണ്ടി അയാൾ തിരിച്ചു ഗുഹയിലേക്ക് ചെല്ലുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഗുഹയിലുള്ള മറ്റുള്ളവർ അയാളെ വിശ്വസിക്കുന്നില്ല. അവർക്ക് അയാൾ പറയുന്നത് ഒരുതരം ഭ്രാന്തായിട്ടാണ് തോന്നുന്നത്. അവരയാളെ ആക്രമിക്കാൻ പോലും ശ്രമിക്കുന്നു. പ്ലേറ്റോ ഈ കഥ അവസാനിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്നൊരു നിഗമനത്തോടെയാണ്. ഗുഹയിലുള്ള തടവുകാർ പറയും, പുറത്തു പോയതുകൊണ്ട് അവന്റെ കണ്ണ് നശിച്ചുപോയെന്ന്. അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവരെ ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും അവർ പിടികൂടി കൊന്നുകളയുമായിരുന്നു. ശരിക്കും ചരിത്രത്തിലുടനീളം സത്യം വിളിച്ചു പറഞ്ഞ പലർക്കും സംഭവിച്ചതും ഇതുതന്നെയല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചവസാനിപ്പിക്കാം. ചരിത്രമെന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ ഒരു ആയുധമാണെങ്കിൽ നമ്മുടെയൊക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, നമ്മുടെ അറിവിൽ നിന്ന് ഏതൊക്കെ സത്യങ്ങളായിരിക്കും ഇതുപോലെ മായ്ക്കപ്പെട്ടിട്ടുണ്ടാവുക? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.